തീർച്ചയായിട്ടും ഞാനിതുവരെ കണ്ടിരിക്കുന്നത് നല്ല ലിറിക്കില്ലാതെ ഒരിക്കലും ഒരു നല്ല പാട്ടുണ്ടാവില്ല. ആദ്യത്തെ 2 വരി പാടുന്നത് ഹൃദയത്തിൽ തറഞ്ഞാൽ അവൻ ആ പാട്ട് മുഴുവൻ കേൾക്കും. ശരിക്കും പറഞ്ഞാൽ എന്നെ പോലെയുള്ള ഒരു സംഗീത സംവിധായകനെ സംബന്ധിച്ചിടത്തോളം എൻ്റെ പാട്ട് ഏതെങ്കിലും ഒരു ഗായകൻ പാടണമെന്നാണ് ഞാൻ പ്രാർത്ഥിച്ചിട്ടുള്ളത്. അപ്പൻ പാടുന്നതേ എപ്പോഴും അദ്ദേഹത്തിൻ്റെ സൗണ്ടൊന്നും അത്ര ഗുണമില്ല, പക്ഷെ ഈ ഫീൽ എന്ന് പറഞ്ഞൊരു സംഭവം ഉണ്ടായിരുന്നു. അത് വേറെ അപ്പം പാടി യേശുദാസായാലും ആര് പാടിയ പാട്ടുകളാണെങ്കിലും അത് പാടുന്നത് വേറൊരു ഫീലായിരുന്നു. അപ്പൊ അപ്പൻ അതുപോലെ തന്നെ പണ്ട് കമ്പോസ് ചെയ്ത ഒരു ഡിവോഷണൽ സോങ് ആണ്. അതായത് നമ്മുടെ മിൻമിനിയാണത്. മിൻമിനി പണ്ട് പാടിയിട്ടുള്ളൊരു പാട്ടാണ്. അതായത് എൻ്റെ ദൈവം എൻ പ്രകാശം, എൻ്റെ ദൈവം എൻ സഹായം, ഇല്ലെനിക്കു തെല്ലുപോലും ആരെയും ഭയം, മന്നിതിൽ ആരെയും ഭയം. ഈ പാട്ട് അദ്ദേഹം തന്നെ കമ്പോസ് ചെയ്തതാണ്. അപ്പൊ ഈ പാട്ട് പാടിയാണ് സത്യം പറഞ്ഞ അദ്ദേഹം മരിക്കണത് വരെ ഇത് തന്നെയാണ് പാടിയത്. അതായത് ഒത്തിരി ആരോഗ്യം വന്നാൽ ഇതങ്ങോട്ട് ഭയങ്കര സ്ട്രെങ്ത്തിൽ പുള്ളി പാടുവരുന്നത്. അത് ആരെഴുതിയായിരുന്നു പാട്ട്? ഓർക്കണില്ല. അത് കൽക്കണ്ടത്തിലെ പാട്ടുകൾ, ആദ്യത്തെ സിനിമയിലേക്ക് വരുന്ന പാട്ടുകൾ, അതൊന്നും പാടിയല്ല. അതിനകത്ത് 2 പാട്ടുകളാണുള്ളത്. ഒന്ന് റഫീഖ് അഹമ്മദ് എഴുതിയ ഒരു പാട്ടാണ്, അത് പാടിയിരിക്കുന്നത് നജീം അർഷാദാണ്. പിന്നെ ഒന്ന് നമ്മുടെ ഷംസുദ്ദീൻ കുട്ടോത്ത് എഴുതിയ പാട്ടാണ്, അത് അഭിജിത്താണ് പാടിയത്. അതിനകത്ത് പാട്ട് നജീം പാടിയ പാട്ട് ആലിൻ കുമ്പിൽ കൊടി കെട്ടിയ നാടോടിക്കാറ്റ് മറ്റേ പാട്ട് നല്ല രസമുള്ള പാട്ടായിരുന്നു. നമ്മളൊരു സ്റ്റുഡിയോയിൽ പാടുമ്പോൾ പായുന്നു മേഘം മേലെ ഓർമ്മകൾ പോലെ വെള്ളിത്തിരയിലൊരു പാട്ട് പാടാട്ടെ. വെള്ളിത്തിര അന്നെ വേറെ പാട്ട് നമ്മളന്ന് നജീം അർഷാദ് പാടിയായിരുന്നല്ലേ? അതെന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഷാജി പട്ടിക്കര ഒരു ഡോക്യുമെന്ററി ഉണ്ടായിരുന്നു. അത് ഇരുൾ വീണ വെള്ളിത്തിര എന്ന് പറഞ്ഞു. അതിന്റെ ഒരു എൻട്രൻസ് സോങ് ആയിട്ട് ചെയ്താണ്. അത് ഡോക്യുമെന്ററി ഇറങ്ങി അദ്ദേഹത്തിന് ഒത്തിരി പുരസ്കാരങ്ങൾ കിട്ടുകയും ചെയ്ത്. തിര തിര വെള്ളിത്തിര കടലല പോൾ ജനനിര എന്ന് പറഞ്ഞുകൊണ്ട് അങ്ങനെ ഒരു പാട്ട് നമ്മുടെ ആന്റണി പോളാണ് എഴുതിയത്. അങ്ങനെ ഒരു പാട്ടായിരുന്നത്. പിന്നെ ഇപ്പോഴത്തെ ഒരു സംഗീത ചുറ്റുപാടുകൾ ഒരുപാട് മാറ്റങ്ങളൊക്കെ വന്നു. ഈ അപ്പൻ്റെ കാലത്തിൻ്റെ മാറ്റം, അതിനുശേഷം ഒരു മാറ്റം, ഇപ്പം ഏറ്റവും പുതിയ എന്താ പറയുക, ഇപ്പോൾ പ്രധാനമായിട്ടും വെച്ചാൽ എൻ്റെ അടുത്ത് പല ആളുകളും എൻ്റെ സുഹൃത്തുക്കളും ഇത് റെക്കോർഡിങ് കാണാൻ വിളിക്കണമെന്ന് പറയുന്നുണ്ട്. ഒന്ന് കാണണം, ഒന്ന് അതിനുള്ള അവസരം ഉണ്ടായി തരാമെന്ന് പറയുന്നുണ്ട്. പക്ഷേ സത്യത്തിൽ എനിക്ക് വിളിക്കാനായിട്ട് നാണക്കേടാണ്. കാരണം ഇപ്പോൾ റെക്കോർഡിങ് നടക്കണേന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ദിവസം ഒരാൾ വോയിസ് എടുക്കും, അപ്പോൾ അയാൾ പാടും. പിന്നെ അത് കഴിഞ്ഞിട്ട് അതിലൊരു 3 വയലിനിസ്റ്റുമാർ വരും, അവരുടെ വയലിൻ പീസ് മാത്രമേ ഉണ്ടാവുള്ളൂ. അത് കഴിഞ്ഞിട്ട് പിന്നെ രാജേഷിനോ ജോസിക്ക എപ്പോഴാണ് ഒഴിവുള്ളത് അപ്പോൾ വന്ന് അവർ ഫ്ലൂട്ട് വായിക്കും. അപ്പോൾ വരുമ്പോൾ ഇറങ്ങുമ്പോൾ വിളിക്കും, ചേട്ടാ ഞാൻ വരുന്നുണ്ട്. അപ്പോൾ ശരി, അവിടെ വാഴക്കാല മെട്രോ സ്റ്റുഡിയോയിൽ ഷിയാസ് റെഡി ആയിരിക്കും. അവിടെ ചെന്ന് ആ ഫ്ലൂട്ട് പീസ് എടുക്കും, പോരും. അപ്പോൾ അങ്ങനെ ഇത് തന്നെ ഞാൻ കണ്ടിട്ടുണ്ട് റെക്കോർഡിങ്. അതായത് ഞാൻ മദ്രാസിൽ എൻ്റെ വീട് വിൽക്കാനുമായിട്ട് ബന്ധപ്പെട്ട് 1 വർഷം ഉണ്ടായിരുന്നു. അപ്പോൾ അവിടെ AVM ഒരു സി എന്ന് പറഞ്ഞൊരു തിയേറ്റർ ഉണ്ട്. അതായത് നമ്മുടെ പഴയ ഷെണായി തിയേറ്ററിനെക്കാളും വലുതാണെന്ന് എനിക്ക് തോന്നുന്നത് ആ ഒരു സ്റ്റുഡിയോ. ഇങ്ങനെ വിശാലമായിട്ട് കിടക്കുകയാണ്. അവിടെ ഒരു സൈഡിൽ ഇങ്ങനെ ഒരു 20-30 വയലിനിസ്റ്റുമാരൊക്കെ ഉണ്ടാവും. പിന്നെ സിത്താറ്, ഗിറ്റാറ് 3 എണ്ണം, തബല സെറ്റ്, ഡ്രംസ്, കീബോർഡ്, ഇതെല്ലാമായിട്ട് ഇങ്ങനെ നിൽക്കുകയാണ്. നമ്മുടെ കീരവാണിയുടെ ഇതാണ്. അപ്പൊ കീരവാണിയുടെ അത് ഭയങ്കര ആഘോഷമായ സെറ്റാണ്. അപ്പൊ ഞാനിവിടെ വെറുതെ ഇരിക്കുകയാണല്ലോ. അപ്പൊ നേരെ അവിടെ പോയി, അവിടെ നമുക്ക് ഇരിക്കാൻ സ്ഥലമൊക്കെ ഉണ്ട്. അതൊരു ക്യാബിൻ, അവിടെ ഡയറക്ടർ, മ്യൂസിക് ഡയറക്ടർ മുതലായവരൊക്കെ ഇരിക്കും. അതിന്റെ പുറകിൽ നമുക്ക് വേറൊരു ക്യാബിൻ ഉണ്ട്. അവിടെ നമുക്ക് ഇതെല്ലാം കാണുകയും ചെയ്യാം. അവിടെ സ്പീക്കറും ഉണ്ട്, അവർ സംസാരിക്കുന്നതൊക്കെ നമുക്ക് കേൾക്കുകയും ചെയ്യാം. അപ്പൊ അതായിരുന്നു ഞങ്ങളൊക്കെ അന്ന് കണ്ട റെക്കോർഡിങ്. അതൊക്കെ ഈ സിനിമയിൽ കണ്ടിട്ടുണ്ടാവും. അത് പ്രതീക്ഷിച്ചിട്ടാണ് ആളുകൾ പറഞ്ഞത് എനിക്ക് റെക്കോർഡിംഗ് ഒന്ന് കാണണമെന്ന്. ഈ കണ്ട ആളുകൾ നമ്മളിപ്പോൾ ഇവിടെ കൊണ്ടുവന്നു കഴിഞ്ഞ് കഴിഞ്ഞാല് നമ്മൾ നാണക്കേടായി പോകും. ഇതാണ് റെക്കോർഡിംഗ് ചോദിക്കും ആളുകൾ.
അപ്പം നമ്മളിതെല്ലാം പല സമയത്ത് പല പീസായിട്ട് ചെയ്തിട്ട് ഒരു എഞ്ചിനീയറുടെ അടുത്ത് നമ്മൾ കൂടെ ഇരുന്ന് അതെല്ലാം സംയോജിപ്പിക്കുകയാണ് ചെയ്യണം. സംയോജിപ്പിച്ച് പാട്ടായി കഴിയുമ്പം അത് അന്നത്തെ ഇന്നത്തെ നമുക്ക് കണ്ടാൽ മനസ്സിലാവണില്ല. ശാസ്ത്രീയമായിട്ടൊക്കെ ഒരു പഠനം നടത്തിയായിരുന്നു? പഠനം എന്ന് വെച്ചാൽ അങ്ങനെ കാര്യമായ പഠനം നടത്തിയിട്ടില്ല. അപ്പം പറഞ്ഞു തന്നിട്ടുള്ളതും അപ്പൻ്റെ കയ്യിൽ നിന്ന് കിട്ടിയിട്ടുള്ളതുമായിട്ടുള്ള അറിവുകൾ മാത്രമേ ഉള്ളൂ. കൂടുതലായിട്ടുള്ള അങ്ങനെ വേറെ വലിയ വലിയ ആളുകളുടെ അടുത്ത് പോയി പഠിച്ചതോ അങ്ങനെയുള്ള സംഭവമൊന്നുമില്ല. ഒരു തമാശ ഉണ്ടായത്, ഞാൻ ഒരിക്കലും ഇങ്ങനെ നമ്മുടെ അർജുന മാഷിന്റെ വീടുമായിട്ട് ഞങ്ങൾ അടുപ്പമുള്ള, അപ്പോൾ അദ്ദേഹത്തിന്റെ മകൻ അശോകൻ ചേട്ടൻ ഇപ്പോൾ സംഗീതം ചെയ്യുന്നുണ്ട്, കുറച്ച് പടമൊക്കെ ചെയ്ത് കുറേ പാട്ടുകൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അശോകൻ ചേട്ടനോട് ഞാൻ പറഞ്ഞു, ചേട്ടാ ഞാനും പാട്ടൊക്കെ ചെയ്തു തുടങ്ങിയിട്ടുണ്ട്, ആളുകൾ എന്ത് പറയുമെന്നറിയാൻ പാടില്ലല്ലോ, നമ്മളാണെങ്കിൽ ഇത് ഒന്നും പഠിച്ചിട്ടില്ലല്ലോ എന്ന് പറഞ്ഞു. അപ്പോൾ പുള്ളി പറഞ്ഞു, എടാ അണ്ണാന്റെ കുഞ്ഞിനെ ആരെങ്കിലും മരം കയറ്റം പഠിപ്പിക്കാറുണ്ടോ? ഇല്ലല്ല, നീ അത്രയും കരുതിയോ ഇത്, അത്രയും കരുതിയോ? അപ്പൊ സമാധാനം. നമ്മുടെ വീഴ്ചയൊന്നും ഉണ്ടായിട്ടില്ലല്ലോ, ഇതുവരെ ഉണ്ടായിട്ടില്ല, ദൈവം സഹായിച്ചു. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാല് അതിപ്പോ പറയണത് ശരിയാണെന്ന് എനിക്കറിയാൻ പാടില്ല. നമ്മളൊരു ആൽബം കമ്പോസ് ചെയ്യുന്നേക്കാൾ എളുപ്പമാണ് സിനിമ പാട്ട് കമ്പോസ് ചെയ്യാൻ. ആൽബം കമ്പോസ് ചെയ്യുമ്പോൾ എപ്പോഴും നമ്മളൊരു വരി കിട്ടി കഴിയുമ്പോൾ നമുക്ക് നമ്മുടേതായിട്ടുള്ളൊരു മൂഡ് നമ്മൾ ഉണ്ടാക്കിയെടുക്കണം. ഇതെങ്ങനെ ഏത് ചെയ്ത ആള് ചീത്ത പറയാതിരിക്കും എന്നൊക്കെയുള്ള രീതിയിൽ നമ്മൾ ഉണ്ടാക്കിയെടുക്കണം. സിനിമാ പാട്ടെന്ന് പറഞ്ഞാൽ നമുക്ക് കൃത്യമായൊരു റൗണ്ട് കിട്ടും. ഇന്നതാണ് സാധനം, എനിക്ക് ഇന്നതാണ് വേണ്ടത്, അത് കൊടുത്താലേ അവർ വാങ്ങിക്കുള്ളൂ. നമ്മുടെ സാധനം കൊടുത്താൽ അവർ വാങ്ങിക്കില്ല. അപ്പം അതുകൊണ്ട് എനിക്കത് എളുപ്പമായിട്ട് തോന്നിയിട്ടുള്ളത്. കാരണം വെച്ച് കഴിഞ്ഞാൽ വേറെ എങ്ങോട്ടും സഞ്ചരിക്കണ്ട, അവരുടെ വട്ടത്തിനുള്ളിൽ മാത്രം സഞ്ചരിച്ചാൽ മതി. അവരുടെ ആ സാധനങ്ങൾ കറക്റ്റായ അപ്പം തന്നെ പറയും, ഓക്കെ ശരി ഇത് മതി. അപ്പം അതുകൊണ്ട് സിനിമാ പാട്ട് ആ ഒരു അവരുടെ ആവശ്യമുള്ള സാധനം നമ്മൾ കൊടുക്കണം. ഇപ്പം സംവിധായകനും തിരക്കഥാകൃത്തും ഉണ്ടാവും, അവരുടെ മനസ്സിലെന്താണ്, അവരെന്താണ് പിക്ചറൈസ് ചെയ്യാൻ ഉദ്ദേശിച്ചേക്കണത്, ആ സാധനം നമ്മൾ കൊടുക്കും. നമ്മുടെ ഒരു ആത്മാവിന്റെ ഭാഗമാണല്ലോ നമ്മൾ ഉണ്ടാക്കി കൊടുക്കുന്നത്. അതെ. അപ്പം അതിനോട് ഒരു ചിലപ്പോൾ നമുക്ക് നിഷേധിക്കേണ്ടി വരില്ലേ? നമ്മുടെ മനസ്സിന്റെ ഇഷ്ടം കൂടി വരുമല്ലോ. നമ്മുടെ മനസ്സിന്റെ ഇഷ്ടം വെച്ച് കഴിഞ്ഞാൽ അവരുടെ അതിൽ വെച്ചുകൊണ്ട് നമ്മളുടെ മനസ്സിന്റെ ഇഷ്ടമുള്ള സാധനം ഉണ്ടാക്കുക എന്നുള്ളത് അത് തന്നെ അതൊരു ബിസിനസ് ആയിട്ട് മാറും. അത് അങ്ങനെ തന്നെ പറ്റുള്ളൂ, അല്ലെങ്കിൽ നമുക്ക് അവിടെ നിൽക്കാൻ പറ്റില്ല. അത് അവരുടെ ആവശ്യമുള്ളൂ. നമുക്കിപ്പോൾ ഏറ്റവും അടുത്ത സുഹൃത്താണ്, നമ്മുടെ ഒരു അനിയനെ പോലെ നമ്മൾ കൊണ്ടുനടക്കുന്ന ആളാണെങ്കിൽ പോലും അവരുടെ ആ സാധനം കിട്ടിയില്ലെങ്കിൽ അവർ ചേട്ടാ അത് അങ്ങനെയല്ല ചേട്ടാ, അതല്ല ഞാൻ ഉദ്ദേശിച്ചതല്ല ചേട്ടാ, അതല്ല ഇതാണ് ഇങ്ങനെയാണെന്ന് പറഞ്ഞ് അതിലേക്ക് എത്തിയാൽ മാത്രമേ നമുക്ക് അവിടെ നിൽക്കാൻ പറ്റുള്ളൂ. അപ്പോൾ അവർ ആവശ്യപ്പെടുന്ന സാധനം മനോഹരമാക്കി തൃപ്തിയായിട്ട് നമ്മൾ ചെയ്ത് അതാണ് നമ്മുടെ ഡ്യൂട്ടി. അതേ ഉള്ളൂ. അതാണ് ഇപ്പോൾ സിനിമയിൽ നടക്കുന്നത്. ഓൾമോസ്റ്റ് എല്ലാം നടക്കുന്നത്. അതൊരു തരത്തിൽ ഇപ്പം ഞാൻ ചില ആക്ഷേപങ്ങളൊക്കെ വരാറുണ്ട്, യഥാർത്ഥ സംഗീതത്തിൽ നിന്നൊക്കെ വിട്ടുപോകുന്നു. ഇപ്പൊ വരികളുടെ കാര്യത്തിൽ വിട്ടുപോകുന്നു, പിന്നെ കോപ്പി വരുന്നു, കോപ്പി ഒന്നും ചെയ്യാനില്ല അതിനകത്ത്. അതൊരു സംഗീത സംവിധായകൻ വിചാരിച്ചാൽ ഒന്നും മാറ്റിമറിക്കാൻ പറ്റൂല. അതാ ഇപ്പൊ ആ സൃഷ്ടികർത്താവിന്റെ എങ്ങനെയാണോ അദ്ദേഹത്തിന്റെ ചിന്തകൾ പോണത് അതുപോലെ അത് പോയിക്കൊണ്ടിരിക്കും. അപ്പൊ അതിനകത്ത് കോപ്പി വരാം, അല്ലെങ്കിൽ അങ്ങനെയുള്ള പല സംഭവങ്ങളും വരാം. അപ്പൊ അതിനകത്തൊരു നീതിയുടെ നൈതികതയുടെ ഒക്കെ ഒരു വശമില്ലേ? അത് നമ്മളാലാവുന്ന രീതിയിൽ, അതിനെ തൊടാത്ത രീതിയിൽ അവരെ സന്തോഷിപ്പിക്കാനല്ല തൃപ്തിപ്പെടുത്താനായിട്ട് നമ്മൾ ശ്രമിക്കുക. അത്ര ഒരു പാട്ട് ചെയ്ത് കഴിയുമ്പോൾ സ്വാഭാവികമായിട്ട് നമുക്കൊരു മനസാക്ഷി കുത്ത്. ഇപ്പം എല്ലാവർക്കും ഉണ്ടാകണമെന്നില്ല. നമ്മളത്രയേറെ ഇത് ഇഷ്ടപ്പെടുന്ന സ്നേഹിക്കുന്ന ഒരാളെന്ന രീതിയിൽ അത് വേണ്ടാത്തൊരു സാധനമാണ് ഞാൻ ചെയ്തതെന്ന് അങ്ങനെ ഒരു കുറ്റബോധമൊക്കെ തോന്നാറുണ്ട്. അങ്ങനെ നമുക്കിത് തുടക്കത്തിൽ തോന്നും. കാരണം ഇവർ ഈ പറയണത് എന്താണ്, അയ്യോ ഇപ്പം എന്താവും, നമ്മുടെ ആളുകളുടെ ജീവിതം നമ്മൾ കേൾക്കേണ്ടി വരുമല്ലോ എന്ന് നമ്മൾ തുടക്കത്തിൽ വിചാരിക്കും. അത് ചെയ്ത് കഴിയുമ്പോൾ നമ്മൾ നമ്മുടേതായിട്ട് തന്നെ അത് വരും. ഇതുവരെ അങ്ങനെ വന്നിട്ടുണ്ട്, ഇനി നാളെ എന്താവുന്ന ഇതുവരെ വന്നിട്ടുണ്ട്. അപ്പോൾ മൊത്തത്തിൽ അവർ പറഞ്ഞ അതുമായി ബന്ധപ്പെട്ട എല്ലാ സംഭവങ്ങളൊക്കെ ഉണ്ടാവും. പക്ഷെ എന്നാൽ നമുക്ക് നമ്മുടേതായിട്ടുള്ളൊരു വ്യത്യസ്തതയിൽ മാറി നിൽക്കാനും ഒക്കെ പറ്റാറുണ്ട്. അപ്പൊ അത് ചെയ്തു കഴിയുമ്പോൾ എപ്പോഴും നമുക്കത് സന്തോഷം. ഇപ്പൊ പുതിയ കാലത്ത് ഈ പാട്ടുകൾ ഈ ഗാനരചയിതാക്കളിൽ നിന്നും ഗായകരിൽ നിന്നൊക്കെ മാറിയിട്ട് സംഗീത സംവിധായകന്റെ ഒരു സ്വത്തായിട്ട് മാറുന്നുണ്ട്. ഇപ്പൊ ഇളയരാജയുടെയൊക്കെ വാദങ്ങൾ അങ്ങനെയാണല്ലോ വരുന്നത്. അതിനെയൊക്കെ എങ്ങനെയാണ് കാണുന്നത്? തീർച്ചയായിട്ടും ഞാനിതുവരെ കണ്ടേക്കുന്നത് നല്ല ലിറിക്കില്ലാതെ ഒരിക്കലും ഒരു നല്ല പാട്ടുണ്ടാക്കാറില്ല. അതൊരു ഗാനത്തിൻ്റെ ആത്മാവ് എന്ന് പറയുന്നത് തന്നെ അതിൻ്റെ വരി തന്നെയാണ്. ആദ്യത്തെ 2 വരി പാടുന്നത് ശ്രോതാവിൻ്റെ ഹൃദയത്തിൽ തറഞ്ഞാൽ അവൻ ആ പാട്ട് മുഴുവൻ കേൾക്കും. അല്ലെങ്കിൽ ബുദ്ധിമുട്ടാണ്. ഇപ്പം പല പാട്ടുകളും ഉണ്ടായിട്ടുണ്ട്. അത് പക്ഷേ ഒരു കാലഘട്ടത്തിൻ്റെ മാത്രം ഗാനമായി മാറും എന്നാണ് എൻ്റെ അഭിപ്രായം. ആ ഒരു കാലഘട്ടം കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് വിസ്മൃതിയിലാണ്ട് പോകും. നല്ല വരിയും ആത്മാവുള്ള വരിയും
അതിനിണങ്ങിയ സംഗീതം, അതിനുള്ള ഈണവും ഉണ്ടെങ്കിൽ പിന്നെ അതിനുള്ള ശബ്ദം തീർച്ചയായിട്ടും അത് വളരെ വലിയ ഫാക്ടർ തന്നെയാണ്. അതുകൊണ്ടാണ് ദാസേട്ടൻ പാടിയ ഇത്രയും പാട്ടുകൾ ഇങ്ങനെ നിലയ്ക്കുന്നത്. സംഗീത സംവിധായകർ അത് നിർവഹിക്കുന്നു, അവർ അതിനുള്ള പ്രതിഫലം വാങ്ങുന്നു. പിന്നീട് വന്നിട്ട് അത് ഞങ്ങളുടേതാണെന്ന രീതിയിലുള്ളൊരു ആവശ്യമാണല്ലോ ഇപ്പൊ ഉന്നയിക്കുന്നത്. അത് എത്രത്തോളം ഒരു എൻ്റെ ഒരു അഭിപ്രായത്തിൽ അത് തെറ്റാണെന്ന്. അപ്പോൾ ഇളയരാജയെ പോലുള്ളൊരു വലിയ ഇപ്പൊ ദക്ഷിണേന്ത്യയിലെ തന്നെ രാജ്യത്തെ ഏറ്റവും പ്രമുഖനായ ഒരു സംഗീത സംവിധായകനാണ്. അതെ, അദ്ദേഹമാണ് ഈ ഒരു ആശയം മുന്നോട്ട് വയ്ക്കുക, അത് കോടതിയിലൂടെ നിയമത്തിലൂടെ അത് നേടിയെടുക്കുകയും ചെയ്തു. ശരിക്കും പറഞ്ഞാൽ എന്നെ പോലെയുള്ള ഒരു സംഗീത സംവിധായകനെ സംബന്ധിച്ചിടത്തോളം എൻ്റെ പാട്ട് ഏതെങ്കിലും ഒരു ഗായകൻ പാടണമെന്നാണ് ഞാൻ പ്രാർത്ഥിച്ചിട്ടുള്ളത്. ഏതെങ്കിലും അദ്ദേഹത്തിൻ്റെ ഇപ്പോൾ നമ്മൾ ഇങ്ങനെ അത് പാടിയ ആളുകൾ കാണുമ്പോൾ പറഞ്ഞേ നിങ്ങൾ അവിടെ ഇവിടെയൊക്കെ പോകുമ്പോൾ ഇതൊക്കെ ഒന്ന് പാടണോട്ടാന്ന് പറയും. കാരണം അങ്ങനെ പാടിയാണ് ഈ പാട്ടുകൾ ആളുകളുടെ ഹൃദയത്തിൽ പതിയുന്നതും ഇപ്പോൾ ക്ലെയിം ചെയ്യാവുന്ന രീതിയിലേക്കുള്ള ഒരു വലിയ ഒരു സൃഷ്ടിയായി മാറുന്നതും അങ്ങനെയാണ്. അല്ലാതെ ഒരിക്കലും നമ്മളിത് ഉണ്ടാക്കി വെച്ചിപ്പോൾ എത്രയോ നല്ല പാട്ടുകൾ മൂടിക്കിടപ്പുണ്ട്, ആളുകൾ ജനം അറിയാതെ മൂടിക്കിടപ്പുണ്ട്. അപ്പോൾ ഇത് സത്യം പറഞ്ഞാൽ ഇതുപോലെയുള്ള ആളുകൾ പാടി തന്നെയാണ് ഇത് തെളിഞ്ഞു വന്നത്. അപ്പോൾ ഒരിക്കലും എൻ്റെ പാട്ടിന് ഞാൻ ഇന്ന് ഞാൻ പ്രതിഫലം വാങ്ങിച്ച് മാറിയാൽ അവിടെ തീർന്നു എന്നുള്ള. പക്ഷെ അതിൻ്റെ ക്രെഡിറ്റ് എപ്പോഴും എനിക്ക് വേണം. അത് ഇന്നാൾ ചെയ്തതാണ്, അജയ് ജോസഫ് ചെയ്തതാണ്, അതല്ലെങ്കിൽ ജോബ് മാഷ് ചെയ്ത, അല്ലെ ജോൺസൺ മാഷ് ചെയ്തതാണ് അത് എപ്പോഴും വേണം. അല്ലാതെ ഒരിക്കലും അതിന് പൈസയുടെ ഇതിൻ്റെ ആവശ്യമില്ല. പിന്നെ ഇപ്പോൾ പല രീതിയിലും പൈസ കിട്ടുന്നുണ്ട്. ഇപ്പോൾ IPRS നമുക്ക് കിട്ടുന്നുണ്ട്, നമുക്ക് ഇതിൻ്റെ റോയൽറ്റി എന്നുള്ള രീതിയിൽ കിട്ടുന്നുണ്ട്. അപ്പോൾ ആ പാട്ടിൻ്റെ എണ്ണവും അതുമനുസരിച്ചിട്ട് കൂടുതൽ കുറവൊക്കെ കിട്ടണ്ട. അപ്പം അങ്ങനെ അതൊക്കെ തന്നെ ഉള്ളൂ. അല്ലാതെ ഒരിക്കലും ഇവർ ഗാനമേളക്കാർ പാടുമ്പോൾ എനിക്കത് പൈസ കിട്ടണം എന്നുള്ളത് ഒരിക്കലും ശരിയല്ല എന്നുള്ള അഭിപ്രായക്കാരനാണ് ഞാൻ. ഗാനമേളക്കാരൊക്കെ പാടി തന്നെയാണ് ഇതെല്ലാം ജനത്തിൻ്റെ മനസ്സിൽ തറഞ്ഞിടുന്നത്. നമുക്ക് ഈ കൂടെയുള്ള സമകാലികരായ ഈ സംഗീത സംവിധായകരുടെ ബന്ധങ്ങളൊക്കെ എങ്ങനെയാണ്? നല്ല സൗഹാർദ്ദപരമായൊരു ബന്ധം തുടരുന്നുണ്ട്. സത്യത്തിൽ ഇന്നിപ്പോൾ അതുപോലൊരു ഇത് കാണുന്നില്ല. പിന്നെ വെച്ചാൽ ഞാൻ സത്യത്തിൽ അതിനും മാത്രം ഈ പറഞ്ഞ പോലെ ഇതിൻ്റെ കൂട്ടായ്മ, ഞാൻ ഫെഫ്ക മെമ്പറാണ്, പക്ഷെ അങ്ങനെ ഒരു കൂട്ടായ്മയിൽ ഇതുവരെ ഞാൻ അങ്ങനെ അങ്ങോട്ട് എത്തിയിട്ടില്ല. കാരണം പ്രത്യേകിച്ചൊന്നുമില്ല. അത് ചിലപ്പോൾ എൻ്റെ ഒരു ഉൾവലിയുന്നൊരു ഉൾവലിന്റെ കാലം കഴിഞ്ഞല്ലേ, ഇപ്പൊ നല്ല ലൈവായിട്ട് പാട്ട് ചെയ്യണം. എന്നാലും ഉള്ള സ്ഥലത്ത് നിൽക്കുക എന്നുള്ളതാണ്. കണ്ടമാനം ഇടിച്ച് കയറാറില്ല. ഇല്ല. അപ്പൊ അതൊരു പക്ഷെ ജോമാഷിന്റെ ഒരു കുറച്ചുണ്ടാവില്ല എന്തായാലും. അത് തന്നെയാണ്. കാരണം ഞാൻ കഴിഞ്ഞ ദിവസം ഒരു ആഡ് ഷൂട്ട് നമ്മുടെ പട്ടിക്കരയുടെ തന്നെ, ഞാൻ ഓൾമോസ്റ്റ് എല്ലാ സാധനവും അദ്ദേഹത്തിനുള്ള. അപ്പോൾ ഇപ്പം മനോജ് കെ ജയനായിരുന്നു അവിടെ വന്നിരുന്നത്. അപ്പോൾ അനുറാം ചെയ്തത് അത് തന്നെ. അപ്പോൾ അങ്ങനെ പോയി കഴിഞ്ഞപ്പോൾ അവിടെ വെച്ച് മനോജ് കെ ജയനെ കണ്ട് സംസാരിച്ചപ്പോൾ ഇങ്ങനെ ജോബ് മാഷിൻ്റെ മോനാന്ന് പറഞ്ഞപ്പോൾ പുള്ളിയും സംഗീതജ്ഞൻ്റെ മോനാണല്ലോ, പുള്ളി സംഗീതജ്ഞനാണ്. അപ്പോൾ എൻ്റെ അടുത്ത് ഒത്തിരി നേരം സംസാരിക്കുകയൊക്കെ ചെയ്തു. സംസാരം മധ്യ പുള്ളി പറഞ്ഞു, നിങ്ങളെപ്പറ്റി ഞാൻ അടുത്ത് എന്തോ കേട്ടായിരുന്നു എന്ന് പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞു, ഈ ക്രിട്ടിക്സ് അവാർഡ് എനിക്കാണ് ഇത്തവണ കിട്ടിയതെന്ന് പറഞ്ഞു. കറക്റ്റ് അതാണ്. അപ്പോൾ ഞാൻ മനസ്സിലായപ്പോൾ അതിൻ്റെ ഒരു റീച്ച് എല്ലായിടത്തും ഉണ്ട്. പക്ഷെ എന്ന് വെച്ചിട്ട് അതുകൊണ്ട് നമുക്കൊരു സിനിമയോ അങ്ങനെ ഒന്നും സാധനവും കിട്ടണമെന്നില്ല, കിട്ടാൻ യാതൊരു സാധ്യതയില്ല. പിന്നെ എന്ന് പറഞ്ഞ സാധനം ഇതിനകത്ത് എനിക്ക് തോന്നുന്നത് നമുക്കൊരു ബ്രേക്കായിട്ട് ഏതെങ്കിലും ഒരു പാട്ട്, ഒരു ഹിറ്റ് വരണം. അങ്ങനെ വന്നാൽ ചിലപ്പോൾ ഒരു മലയാളത്തിൽ ഒത്തിരി പാട്ടുകൾ അടുത്ത കാലത്തല്ല, കുറച്ച് 90-കൾക്ക് ശേഷം ഒരുപാട് പാട്ടുകൾ ട്രെൻഡുകൾ ഉണ്ടായിട്ട് സൃഷ്ടിച്ചിട്ട് ഒന്നുമല്ലാതെ എല്ലാവരുടെയും മനസ്സിൽ നഷ്ടപ്പെട്ടു പോകുന്നുണ്ട്. അതെ. പക്ഷെ പഴയ കാലത്തെ പാട്ടുകളെല്ലാം, ഈ അല്ലിയാമ്പലടക്കമുള്ള പാട്ടുകളെല്ലാം ഇപ്പോഴും മുകളിൽ നടക്കുന്നു. ഏറ്റവും പുതിയ തലമുറ പോലും അതെന്ത് ന്യൂനതയായിരിക്കും ആ പാട്ടുകൾ കൊണ്ടാകും. അത് നമുക്കിപ്പോൾ തന്നെ ആലോചിച്ചത് മെലഡിയും വരിയും തന്നെയാണ്. കാരണം നമ്മള് പാടാൻ മാത്രം ശ്രദ്ധിക്കപ്പെടാത്തൊരു പടത്തിലൊരു പാട്ടുണ്ട്, നമ്മുടെ രാഹുൽ രാജാണ് അത് ചെയ്തേക്കണത്. ഹേ മന്ദമൻ കൈക്കുമ്പിളി, അത് ഇറങ്ങിയിട്ട് എനിക്ക് ഒരു 10 വർഷത്തിന് മുകളിലായിരുന്നു, 10-15 വർഷമായിട്ടുണ്ടാവുമായിരിക്കും. പക്ഷെ അതിപ്പോഴും ആളുകൾ പാടുന്നുണ്ട്. എവിടെയെങ്കിലും ഒരു വേദികളിൽ നമ്മളെന്തെങ്കിലും പരിപാടിക്കൊക്കെ പോകുമ്പോൾ ആരെങ്കിലും ഒക്കെ പാടുന്ന പുതിയ പാട്ടുകളിൽ ഒന്നാണ് അത് തന്നെ. അപ്പോൾ അങ്ങനെയുള്ള പാട്ടുകൾ നിലനിൽക്കും, ഉറപ്പായിട്ടും നിൽക്കും. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ തന്നെ വരിയും ഈണവും ഉള്ള പാട്ടുകൾ എന്താണെങ്കിലും നിലനിൽക്കും. ബാക്കി സംഗീതവും ഓർക്കസ്ട്രേഷനും മാത്രമുള്ള പാട്ടുകൾ എന്തായാലും അത് കാലത്തിന്റെ മാത്രം ഗാനമായി മാറിപ്പോകും. ഏതാണ് എളുപ്പം? രണ്ടും എളുപ്പമാണല്ലേ? ഏതാ? ഈ മ്യൂസിക് ചെയ്യാനായിട്ട് വരികൾ തന്നിട്ട് പാടില്ല, ഈണം കൊടുത്തിട്ട്? രണ്ടും ഒരുപോലെ തന്നെയാണ്. സത്യത്തില് കുറച്ചുകൂടി നല്ലത് വരി കിട്ടിയിട്ട് ചെയ്യുന്നതായിരിക്കും. കാരണം ഇപ്പോൾ സംവിധായകൻ പറഞ്ഞു കൊടുക്കുമല്ലോ ഈ ലിറിസിസ്റ്റിൻ്റെ അടുത്ത്, ഇതാണ് ഫീൽ എന്നുള്ള കാര്യം പറഞ്ഞു കൊടുക്കും. അപ്പോൾ ആ ഫീൽ അദ്ദേഹം എഴുതും. ആ എഴുതിയ ഫീല് നമുക്ക് ചെയ്യാനതിന് കുറച്ചുകൂടി എളുപ്പമുണ്ടാവും.
മറ്റത് നമ്മളോട് പറയുന്നത് ഇതാണ് ഫീൽ എന്ന് പറയുമ്പോൾ നമ്മൾ ആ സാധനം ഉണ്ടാക്കി എടുക്കുന്നതിന് ഒരു ഇത്തിരി പ്രഷർ കൂടുതൽ സംഗീത സംവിധായകനുണ്ട്. ആ ട്യൂൺ ഉണ്ടാക്കിയതിന് ശേഷം അദ്ദേഹം ലിറിക്സ് എഴുതുന്നുണ്ട്. ഇപ്പം മിക്ക ആളുകൾക്കും ലിറിക്സ് ട്യൂൺ ഉണ്ടാക്കിയിട്ട് എഴുതാനാണ് താല്പര്യം. അവർ വളരെ പെട്ടെന്ന് അവർക്ക് ആ മൂഡ് കിട്ടിക്കഴിഞ്ഞാൽ അവർ വളരെ പെട്ടെന്ന് ഇപ്പം എല്ലാ ലിറിക്സും അങ്ങനെ ചെയ്യുന്നത് വളരെ പെട്ടെന്ന്. നമുക്കങ്ങനെ അജയ് ജോസഫിന് ഒരു സ്ഥിരമായ ഒരു എഴുത്തുകാരൻ, അങ്ങനെ ഒരു മാനസിക ഐക്യമുള്ള ഗാനരചയിതാക്കൾ ആരൊക്കെയാണ്? ആരായാലും കുഴപ്പമില്ല, അങ്ങനെ പ്രത്യേകിച്ചില്ല. കാരണം വെച്ച് കഴിഞ്ഞാൽ നമുക്ക് അവിടെ കിട്ടുന്ന ആളുകൾ, കാരണം നമ്മളൊക്കെ വർക്ക് ചെയ്യുന്ന സിനിമ എന്ന് വെച്ച് കഴിഞ്ഞാൽ എപ്പോഴും ബഡ്ജറ്റ് പടങ്ങളിലാണ് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ ഇപ്പോഴും നമുക്കൊരിക്കലും ഒരാളെ ഡിമാൻഡ് ചെയ്യാൻ പറ്റില്ല. നമുക്ക് അതിൻ്റെ ബഡ്ജറ്റ് അനുസരിച്ചിട്ട് അവർ പ്ലാൻ ചെയ്ത് തരുന്ന ആളെ നമ്മൾ ചെയ്തു പോകുന്നു. ഇപ്പോൾ ഇതുവരെ ആരോടും ഒരു ബുദ്ധിമുട്ടും തോന്നിയില്ല. പുതിയ ആളുകളൊക്കെ ആയിട്ടൊക്കെ നമ്മൾ ചെയ്തിട്ടുണ്ട്, പക്ഷെ ഇതുവരെയും ഒരു ബുദ്ധിമുട്ടും തോന്നിയിട്ടില്ല. എനിക്ക് കഴിയുന്നതും ഞാൻ ആ ലിറിസിസ്റ്റിൻ്റെ കൂടെ ഇരുന്ന് ഇത് ചെയ്യാറുണ്ട്. ഈ സിനിമയിലെ അംഗീകാരങ്ങൾ അവാർഡുകളെക്കാളൊക്കെ ഉപരിയായിട്ട് ഈ കൂട്ടായ്മകളാണ് നമുക്ക് സിനിമകൾ തരുന്നതെന്ന് പറയും. പക്ഷെ സിനിമയുടെ മലയാള സിനിമയെ സംബന്ധിച്ച് ഏറ്റവും വലിയൊരു അപകടം തന്നെ ഈ കൂട്ടായ്മകളെ കുറിച്ചാണ് പറയുന്നത്. ചില ഗ്രൂപ്പുകളെ കുറിച്ചൊക്കെ പറയുന്നുണ്ട്. സമീപകാലത്തൊക്കെ വലിയ വിവാദം ഉണ്ടാകുന്നുണ്ടല്ലോ. എങ്ങനെയാണ് അത്തരം സൗഹൃദങ്ങളും ഈ കൂട്ടത്തെയൊക്കെ കാണുന്നത്? അതെല്ലാ സിനിമകളും എനിക്ക് തോന്നുന്നത് കൂട്ടായ്മയിലൂടെ തന്നെയാണ് സൃഷ്ടിക്കപ്പെടുന്നത്. ഇപ്പം ഞാൻ ഉൾപ്പെടുന്ന ഒരു ചെറിയ കൂട്ടായ്മയാണെങ്കിൽ പോലും അതിലെനിക്ക് ചാൻസ് ഉണ്ട്. അപ്പോൾ വലിയ കൂട്ടായ്മകളിൽ അവർ വലിയ ആളുകൾ അവരെല്ലാവരും ഒരുമിച്ച് കൂടുന്നു, അവരുടെ ആളുകൾക്ക് അവർ ചാൻസ് വരുന്നു. അങ്ങനെ ചെയ്തുണ്ടായി കൂട്ടായ്മപ്പെടാത്ത ഒത്തിരി മനുഷ്യർ പുറത്തു നിൽപ്പുണ്ട്. അവരെയും ചേർത്ത് പിടിക്കുന്ന ഒരു സൗഹൃദവും കൂട്ടവും എന്താ വരാത്തത്? അത് വരാൻ സാധ്യത കുറവാണ്. അതെന്തായിരിക്കും? അത് എല്ലാം അവരവരുടെ സ്വാർത്ഥത തന്നെയാണ്. ഇപ്പം ഞാൻ എന്തായാലും എനിക്ക് എൻ്റെതായിട്ടുള്ള സ്വാർത്ഥത ഉണ്ടാവുമല്ലോ. എന്തൊക്കെ പറഞ്ഞാലും ഞാൻ എന്തൊക്കെയാന്ന് പറഞ്ഞാലും ഒരു പടം റെഡിയായി വന്നു കഴിഞ്ഞാൽ എൻ്റെ കൂട്ടത്തിലാണ്, എൻ്റെ സെറ്റപ്പിൽ വരുമ്പോൾ ആ പടം എനിക്ക് ചെയ്യണം എന്നൊരാഗ്രഹം, സംഗീതം എനിക്ക് ചെയ്യണം എന്നുള്ള ആഗ്രഹം ഉണ്ടാകും. മറ്റുള്ളത് ആരായാലും എനിക്ക് കുഴപ്പമില്ല. അപ്പോൾ അതുപോലെ തന്നെ ആ കൂട്ടത്തിലുള്ള ഓരോ ഇത് ബ്രാഞ്ച് കൈകാര്യം ചെയ്യുന്നവർക്കും ആ ബ്രാഞ്ച് അത് എൻ്റെ ഇത് എനിക്ക് ചെയ്യണം എന്നുള്ളൊരു ആഗ്രഹം ഉണ്ടാവും. അപ്പോൾ കഴിയുന്നത് അവസാനം വരുമ്പോൾ ആ കൂട്ടായ്മയിൽ നിന്നും പുറത്തേക്ക് പോകാനായിട്ടുള്ള സാധ്യത കുറവാണ്. അപ്പോൾ ഞാൻ കണ്ടിടത്തോളം ഓരോ പടം കഴിയുമ്പോഴും അടുത്ത പടം വരുമ്പോൾ അതിൽ നിന്ന് 1, 2, 3 ആളുകളൊക്കെയാണ് മാറ്റം വരുന്നത്. ബാക്കി ഓൾമോസ്റ്റ് അവരൊക്കെ തന്നെ ആയിരിക്കും. ഇങ്ങനെയൊക്കെ തന്നെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അതിപ്പോൾ വലിയ കൂട്ടിലും ചിലപ്പോൾ ഒത്തിരി പേര് നല്ല അറിവും വിവരവും എന്താ പറയുക കഴിവുള്ളവരൊക്കെ പുറത്ത് ചാൻസ് കിട്ടാൻ നിൽക്കേണ്ട ഒരു സംശയവുമില്ല. നമുക്കൊരു അസൂയ തോന്നുന്ന ചില പാട്ടുകൾ, എനിക്കത് ചെയ്താൽ കൊള്ളാമായിരുന്നു, അങ്ങനെ തോന്നിയിട്ടുള്ള പാട്ടുകൾ അതൊക്കെ ആയിരിക്കും. ശ്രീരാഗമോ തേടുന്നു വീണയൻ ആ പാട്ട് എൻ്റെ അനുവലവിയൊക്കെ ഇല്ലേ, അതൊക്കെ ഭയങ്കര അതിന്റെ ട്യൂണത് എനിക്ക് ഭയങ്കര ഹൃദയത്തിൽ പറഞ്ഞിട്ടുള്ളൊരു. ഈ സമീപകാലത്ത് ഇറങ്ങിയ പാട്ടുകളിൽ ഇപ്പൊ എല്ലാ ചെറുപ്പക്കാരൊക്കെ മൂളി നടക്കുന്ന പാട്ടിൽ ഏതായിരുന്നു ഇഷ്ടപ്പെട്ടു? ഇപ്പൊ നമ്മുടെ ഈ അടുത്തിറങ്ങിയ അവന്റെ വിജയ സൂപ്പറും പൗർണമി എന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ, അതിലെ പാട്ടുകൾ എനിക്ക് വളരെ ഇഷ്ടമായിരുന്നു. ഇതിപ്പോ അധികം പോപ്പുലർ അല്ലാത്തൊരു മ്യൂസിക് പ്രിൻസ് എന്ന് പറഞ്ഞ ഒരാൾ, ഞാൻ ശ്രദ്ധിച്ചത് അത് ആരാന്ന് എനിക്ക് അറിയില്ല, പക്ഷെ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടാണ് അത്. എന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് എല്ലാ പാട്ടിന്റെയും ട്യൂൺ എനിക്ക് കാണാൻ പാടാണ്. വരികൾ മറന്നു. ട്യൂൺ എത്ര പഴയതും എൻ്റെ വയലും വിറ്റും ഫ്ലൂട്ട് വിറ്റും വരെ എനിക്ക് ഞാൻ മൂളിത്തരാം. പഴയ പാട്ടുകൾ, അതായത് ഈ പറഞ്ഞ വലിയ ഫേമസ് പാട്ടുകൾ മാത്രമല്ല, എൻ്റെ അപ്പനൊക്കെ ചെയ്തേക്കുന്ന ചെറിയ ചെറിയ ഡിവോഷണൽ സോങ്സ് ഒക്കെ ഉണ്ട്, അതിൻ്റെ വരെ ബിറ്റുകൾ വരെ ഇതാണ്. പക്ഷെ വരി എൻ്റെ മനസ്സിൽ നിൽക്കില്ല. അത് ആ വർക്ക് ചെയ്ത് തീർന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ അതങ്ങനെയാണ് പോകും. പിന്നെ എൻ്റെ പാട്ടുകൾ തന്നെ. അപ്പം അങ്ങനെ ഒരു കുറവുള്ളതുകൊണ്ടാണ്, ക്ഷമിക്കണം. അതെ അതെ. പിന്നെ നമുക്ക് എന്താ ഇപ്പോൾ കുടുംബവിശേഷങ്ങളൊക്കെ എന്താ, വീട്ടിലെ കാര്യങ്ങളൊക്കെ? വിശേഷങ്ങൾ എന്ന് വെച്ചാൽ ഞാൻ ഭാര്യ, ഒരു മകൻ, അപ്പനും അമ്മയും മരിച്ചുപോയതാണ്. പിന്നെ ഒരു സഹോദരൻ, അവൻ്റെ ഭാര്യ, അവൻ്റെ 2 മക്കൾ. ഒരു വെളിയിലാണല്ലോ? ഒരു വെളിയിലാണ്. എൻ്റെ ഭാര്യ ഒരു സൈക്കോളജിസ്റ്റ് ആണ്, ഇവിടെ എറണാകുളം മെഡിക്കൽ സെന്ററിൽ ജോലി ചെയ്യുന്നു. മകൻ ഇപ്പോൾ MBBS കഴിഞ്ഞു, താൽക്കാലികമായിട്ട് ഇവിടെ മെഡിക്കൽ സെന്ററിൽ വർക്ക് ചെയ്യുന്നുണ്ട്. പിന്നെ PGക്ക് പോകാനുള്ള തയ്യാറെടുപ്പ്. മോനെ ഒരു സംഗീത അഭിരുചിയൊക്കെ ഉള്ള ആളാണോ? ഉണ്ട്. എന്നെ പോലെ തന്നെ ഒരു കാലം കഴിയുമ്പോൾ പുറത്തേക്ക് വരും, ഉറപ്പാണ്, ഒരു സംശയമില്ല. അതിനുള്ള ശ്രമങ്ങളൊക്കെ ആളുണ്ട്. ഇപ്പൊ ശ്രമമൊന്നുമില്ല. ഇപ്പൊ ആള് 100% അവന്റെ ലക്ഷ്യത്തിലേക്ക് എത്താനുള്ള ആ ഒരു ഇതാണ്. അവന് PG ചെയ്യണം, അവന് സൂപ്പർ സ്പെഷ്യാലിറ്റി ചെയ്യണം, അങ്ങനെയൊക്കെയുള്ള ചിന്തകൾ. അപ്പനെ പോലത്തെ അല്ല, ഇല്ല, ഇപ്പൊ തൽക്കാലം പോലെ തന്നെയാണ്. അത് കഴിയുമ്പോ വരും എന്നത് തന്നെയാണ് എന്റെ പ്രതീക്ഷ. പിന്നെ നമുക്ക് ഈ പറഞ്ഞ പോലെ ഈ
ചില ആഗ്രഹങ്ങൾ ഉണ്ടാവുമല്ലോ ഈ സംഗീത രംഗത്ത് തന്നെ. ഇപ്പൊ ദാസേട്ടനെ കൊണ്ട് പാട്ട് പാടിക്കണം ആഗ്രഹം, അതിമോഹം എന്നാണ് മുമ്പ് പറഞ്ഞത്. എങ്കിലും അദ്ദേഹത്തെ കിട്ടിക്കഴിഞ്ഞൊരു ഇങ്ങനെയുള്ളൊരു പാട്ട് പാടണം, അല്ലെങ്കിൽ ഈ മെലഡി ആയിരിക്കണോ അല്ലെ ശാസ്ത്രീയ, അങ്ങനെ ആ ഒരു സ്വഭാവത്തിലുള്ള അങ്ങനെ എന്തൊക്കെ ആഗ്രഹങ്ങൾ ഉണ്ടാവില്ല? എനിക്ക് സത്യം പറഞ്ഞാൽ അതൊന്നുമല്ല എൻ്റെ ആഗ്രഹം, എൻ്റെ ലക്ഷ്യം, എൻ്റെ ജീവിത ലക്ഷ്യം അതല്ല. കാരണം എൻ്റെ അപ്പൻ ഒരൊറ്റ ഹിറ്റാണുള്ളത്, അല്ലിയാമ്പൽ കടവിൽ അല്ലേ. എൻ്റെ ജീവിതത്തിൽ എനിക്കൊരു 5 ഹിറ്റ് ഉണ്ടാക്കണം ഞാൻ മരിക്കണതിന് മുമ്പ്. അതാണ് എൻ്റെ ഇത്. എൻ്റെ മക്കളും മക്കളുടെ മക്കളും ഒക്കെ കാലത്ത് അപ്പൻ്റെ ആണല്ലേ അപ്പൂപ്പൻ്റെ ആണെന്ന് പറഞ്ഞുകൊണ്ട് നടക്കാൻ പറ്റിയ ഒരു 5 പാട്ട്. അതായത് ഈ മലയാള ലോകത്ത് ആരോട് ചോദിച്ചാലും ഇങ്ങനെ തെറ്റി വിളിക്കാതെ എന്ന് പറയുന്ന ഒരു 5 പാട്ട്. അതാണ് എൻ്റെ സ്വപ്നം, എൻ്റെ ലക്ഷ്യം. അതാണ്. അത് ആരും പാടണമെന്നൊന്നുമില്ല, അങ്ങനെയൊന്നുമില്ല സത്യമായിട്ട്. ഇപ്പം അങ്ങനെ ഒരു സംഭവമില്ല. എനിക്ക് നന്നായി പാടുന്ന ആര് പാടിയാലും മതി. എനിക്കങ്ങനെ ഇന്നാള് പാടണം എന്നുള്ള ഒരു ആഗ്രഹം ഇപ്പം ഇല്ല. ഇപ്പം എന്നല്ല, എനിക്കൊരിക്കലും ഇല്ല, ഒരിക്കലും ഉണ്ടായിരുന്നില്ല. ആദ്യകാലത്ത് ഒരു ക്രൈസ് ആയിരുന്നു. കാരണം നമ്മൾ ആരാധിച്ചിരുന്ന ആളുകളെയൊക്കെ നമുക്ക് പാടിക്കണം. അപ്പോൾ അടുപ്പം ഉണ്ടായിരുന്ന കെസ്റ്ററിനെ കൊണ്ട് പാടിച്ചു, വേണുചേട്ടനെ കൊണ്ട് പാടിച്ചു, MG ശ്രീകുമാരേട്ടനെ കൊണ്ട് പാടിച്ചു. പാടിച്ചില്ല. പാടിച്ചില്ല. എന്തെനിക്ക് തോന്നുന്നു അത്രയും വലിയ ആളിലേക്ക് എത്താനായിട്ട് എന്തോ എനിക്കെന്ന് വെച്ചാലേ പണ്ട് പോലെ ഞാൻ സ്വപ്നം കാണുന്നത് പോലും ഞാൻ ഈ പറഞ്ഞ പോലെ റോൾസ് റോയ്സ് മേടിക്കുന്ന സ്വപ്നം ഞാൻ കാണാറില്ല. ഞാൻ പണ്ട് ഒരു മാരുതി 800 അല്ലെങ്കിൽ സെൻ കാറോ വാങ്ങിക്കുന്നതായിരുന്നു അന്നത്തെ കാലത്ത്. അന്ന് ഇതൊന്നും ഇല്ലാത്ത സമയത്ത് അങ്ങനെ ഒരു ഓടിച്ചിട്ട് പിടിച്ചാൽ കിട്ടാവുന്ന ഒരു സംഭവങ്ങളാണ് ഇത്. അപ്പൊ അതുകൊണ്ട് തന്നെ കിട്ടാവുന്ന എല്ലാ സാധനങ്ങളും ഞാൻ ചോദിച്ചു. ഇപ്പൊ വിജയ് എനിക്കറിയാം കിട്ടുമെന്ന്, എനിക്കറിയാം ദാസേട്ടനെ അടുപ്പുള്ളത് കിട്ടുമെന്ന് അറിയാം. അതായത് പേയ്മെന്റ് പോലും എന്നെ സംബന്ധിച്ചത് അദ്ദേഹത്തിന്റെ ഇതിലൊരു അങ്ങനെ അത്ര സിമ്പിൾ ആയിട്ടാണ് പോയത്. ശരിക്കും ഒരു സഹോദരൻ ഇത് തന്നെ പോലെ തന്നെ പാടിയിട്ടാണ് വിജയ് പോയത്. അപ്പൊ വേണുവേട്ടനെ കൊണ്ട് പാടിച്ച പാട്ട് അതൊക്കെയായിരുന്നു. വേണുവേട്ടനെ കൊണ്ട് ഞാൻ കുറച്ച് പാട്ടുകൾ പാടിച്ചു, 3-4 പാടിച്ചു. നേരത്തെ പാടിയ കൈതപ്പൂ മണമുള്ള, പിന്നെ വേറൊരു പാട്ട് എന്ന് പറഞ്ഞ സാധനം അത് നമ്മുടെ ശശീന്ദ്രൻ പയ്യോളി തന്നെ എഴുതിയിട്ടുള്ളതാണ്. ഒരു മനസ്സിൻ വിലോലമാം വേദികയ്ക്കുള്ളിൽ മധുരമായി പാടുന്ന മണിക്കുയിലേ, മലയാള നാടിൻ്റെ ശാലീന ഭംഗി മാതൃഹൃദയമായി ഉള്ളിൽ തെളിഞ്ഞു. അങ്ങനെ ഒരു പാട്ട് പാടിച്ചിട്ടുണ്ട് വേണിച്ചേട്ടനെ കൊണ്ട്. പിന്നെ വേറൊരു പാട്ട്, ചെറുവാലൻ കുരുവി ഞാനില്ലേ കൂടെ, കാറ്റായി തണലായി നിൻചാരേ, മാനത്ത് പോയി മഴവില്ലു തേടാം, സ്വപ്നത്തിൻ ചില്ലയിൽ കൂടുകൂട്ടാം. ഇങ്ങനൊരു പാട്ട് നമ്മുടെ ഷീജ ബെഞ്ചമിൻ എന്ന് പറഞ്ഞൊരു ലേഡിയാണ് അത് എഴുതിയിരിക്കുന്നത്. നമ്മുടെ ഈ പടുത്ത ഹിറ്റായ പാട്ടുണ്ട് അജയുടെ പാട്ട് ചിത്രാവരുണം. അതെ, അത് ആയി വരുന്നതേ ഉള്ളൂ. ഇപ്പൊ 30-ാം തീയതി സോഷ്യൽ മീഡിയ നന്നായിട്ട് എല്ലാവരും കേട്ട് പോകുന്നുണ്ട്. ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ് അത്. അല്ല, അപ്പൊ പ്രാർത്ഥനയാണ്ട് സഫലമാവുന്ന രീതിയിലാണ് കാര്യങ്ങൾ പോകുന്നത്. നല്ല പാടില്ല, അതൊന്ന് പാടിക്കേ. കുന്നിമണിക്കിങ്ങിണി മുത്തേ സ്വത്തേ ചുന്ദരി ചിങ്കിരി വാവേ, അച്ഛൻ്റെ പൊന്നും കൂടമേ കണ്ണേ കൺമണിയേ, ആകാശക്കുമ്പിളിലേക്കും ഞാൻ കെട്ടാം പൊന്നെ, ആലോലം താലോലം താരാട്ടാമെൻ്റെ പൊന്നുണ്ണിപ്പൂവേ, കുന്നിമണിക്കിങ്ങിണി മുത്തേ സ്വത്തേ ചുന്ദരി ചിങ്കിരി വാവേ, അച്ഛൻ്റെ പൊന്നും കൂടമേ കണ്ണേ കൺമണിയേ. അങ്ങനെ ഒരു പാട്ട്, ഒരു അച്ഛൻ്റെ താരാട്ട് പോലെ പാട്ടാണ്. ഹാഫ് പോർഷൻ മധുബാലകൃഷ്ണനും ഹാഫ് പോർഷൻ ചിത്രാരുണുമാണ് പാടിയിരിക്കുന്നത്. നമുക്കിപ്പോ ഈ ചർച്ച ചെയ്യുന്ന സമയത്ത് ഇപ്പൊ സിനിമയുടെ ഭാഗമാണല്ലോ. അതെ, സിനിമയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ് ഈ സിനിമയിൽ നടക്കുന്ന. ഇപ്പൊ ഏറ്റവും പുതിയ ഹേമ കമ്മീഷൻ അടക്കം വന്നിട്ടുണ്ട്, വിവാദപരം ഒരുപാട് പരാമർശങ്ങളുണ്ട്. ആ വിഷയത്തെ കുറിച്ചൊക്കെ ഒരു ചലച്ചിത്ര പ്രവർത്തകൻ എന്ന രീതിയിൽ എങ്ങനെയാണ് കാണുന്നത്? എൻ്റെ ഒരു ഇതിൽ ഇന്നലെ ഞാനൊരു പെൺകുട്ടിയുടെ ഒരു ഇത് കണ്ടായിരുന്നു. ഒരു ഇത്, ആ കുട്ടി ഏതോ ഒരു ഡയറക്ടർ ഇങ്ങനെ എന്താ പറയുക, അവളോട് ഇങ്ങനെ നീ സഹകരിച്ചാൽ നിനക്കിത് തരാം, അവസരം തരാം, അല്ലെങ്കിൽ ഞാനത് കട്ട് ചെയ്യുമെന്ന് പറഞ്ഞു. അവൾ പറ്റില്ല എന്ന് പറഞ്ഞ്, അവളുടെ പേര് എനിക്ക് ഓർമ്മയില്ല കേട്ടോ, ഞാനത് എൻ്റെ കയ്യിലുണ്ട്, അത് പറ്റില്ല എന്ന് പറഞ്ഞു. അവൾ അതിൽ നിന്ന് കട്ട് ചെയ്തു. അത് കഴിഞ്ഞാൽ അവളൊരു സ്ക്രിപ്റ്റ് എഴുതി. ആ സ്ക്രിപ്റ്റുമായിട്ട് അവൾ പല ആളുകളുടെ അടുത്ത് ചെന്നു. ഇവരെല്ലാം പലരും അത് അതിനെക്കുറിച്ച് നല്ലതാണ്, പക്ഷെ അത് മുന്നോട്ട് നീക്കണമെങ്കിൽ കൂടെ വരണമെന്ന് പറഞ്ഞു. അങ്ങനെയൊക്കെ അവൾ പറഞ്ഞ്. അപ്പോൾ അവൾ പറഞ്ഞിട്ട്
അവൾക്ക് പറ്റില്ല എന്ന് പറഞ്ഞു. അവൾക്കൊന്നും സംഭവിച്ചില്ല. ആരെയും റേപ്പ് ചെയ്യുന്ന കണ്ടീഷനൊന്നും ഇല്ല എന്നാണ് അതിൽ നിന്ന് മനസ്സിലാകുന്നത്. അത് കഴിഞ്ഞിട്ട് എനിക്ക് അതിൻ്റെ അത് സ്ട്രൈക്ക് ചെയ്തൊരു സംഭവം എന്താണെന്ന് വെച്ചാൽ അത് തന്നെയാണ് എൻ്റെ മനസ്സിലുള്ളത്. ഇപ്പോൾ ഈ പറയുന്ന അവള് പറഞ്ഞ വാക്കാണ് എൻ്റെ മനസ്സിൽ സ്ട്രൈക്ക് ചെയ്തത്. ഇപ്പോൾ ഈ പറയുന്ന ആളുകളെല്ലാം ഒരു പരിധിയിൽ കൂടുതൽ വളർന്നു. അല്ലേ? അത് സഹകരിച്ചിട്ടാവാം, അല്ലാതെ ആവാം, എങ്ങനെയാവാം. ഇതെല്ലാം കഴിഞ്ഞിട്ടാണ് അവർ ഇത് വിളിച്ചു പറയുന്നത്. അവള് പറഞ്ഞ വാക്കാണ്. ഒരിക്കലും എൻ്റെ വാക്കല്ല. ഞാൻ ഈ സിനിമയിൽ ഒന്നുമല്ല, സിനിമാ ലോകത്ത് എങ്ങും എത്താത്ത ഒരു കരയിൽ നിൽക്കുന്ന ഒരാളാണ്. എന്നിട്ടാണ് ഇത് വിളിച്ചു പറയണത്. ഞാൻ അന്നു മുതലേ ഈ പറഞ്ഞ എല്ലാ ഇതുകളും നിഷേധിച്ച് നിൽക്കുകയാണ്. എന്നുകൊണ്ട് അവൾ കരയാണ്. അതുകൊണ്ട് തന്നെ ഞാൻ ഇന്നും ഒന്നും ആയിട്ടില്ല. എൻ്റെ സ്ക്രിപ്റ്റും എൻ്റെ പെട്ടി തന്നെ ഇരിക്കുകയാണ്. അപ്പൊ ഞാനും അന്ന് സഹകരിച്ചെന്ന് വെച്ചെങ്കിൽ നിങ്ങൾ അറിയപ്പെടുന്ന ഒരാളായിട്ട് ഞാനും മാറിയാനെ, സമ്പത്തും എല്ലാ കാര്യങ്ങളും എന്ന് അവള് പറയുന്നത്. അപ്പൊ ഞാൻ അതിൽ നിന്ന് മനസ്സിലാക്കുന്ന ഒരു സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് ആരും ആരെയും റേപ്പ് ചെയ്യാനൊന്നും നിൽക്കുന്നില്ല. എന്നോട് ചോദിക്കുന്നു, നീ ഇന്ന് അതിന് റെഡിയാണെങ്കിൽ നിനക്ക് ഇന്നത് തരാം. എനിക്ക് വേണ്ട എന്ന് പറഞ്ഞ് ഇറങ്ങി പോകാൻ സാധിച്ചാൽ എനിക്കൊരു കോട്ടം സംഭവിക്കില്ല. അപ്പൊ വേറെ ചില കോട്ടങ്ങൾ വരുന്നു. ഇപ്പൊ ഇവള് പറഞ്ഞല്ലേ, ഞാനത് കാരണം ഒന്നും ആയില്ല അല്ലേ? അപ്പൊ ഇത് ശരിയാണോ തെറ്റാണോ എന്ന് അറിയില്ല. പക്ഷെ ഇതാണ് അതിന്റെ ഒരു സംഭവം. അപ്പൊ ഇത് ആളുകള് സ്ട്രോങ് ആയിട്ട് എനിക്കിത് വേണ്ട എന്ന് പറയാൻ സാധിച്ചാൽ ഇത് തന്നെ നിന്ന് പോകില്ലേ? അല്ലെ? എല്ലാവരും പറയാണ് എനിക്കത് വേണ്ട എന്ന് പറഞ്ഞാൽ സിനിമ നിലനിൽക്കണ്ടേ? നായിക ഇല്ലാതെ സിനിമ എടുക്കാൻ പറ്റില്ല. അപ്പൊ അങ്ങനെ ആളുകൾ നിൽക്കുമോ? അപ്പൊ ഈ ഒരാൾ പോയി അടുത്ത ആൾ റെഡി ആയിട്ട് നിൽക്കുന്നതുകൊണ്ടല്ലേ ഇത് ഇങ്ങനെ കണ്ടിന്യൂ ചെയ്ത് പോകുന്നത്. അപ്പൊ തീർച്ചയായിട്ടും ഈ പറഞ്ഞ പോലെ എല്ലാവരും അതിന് എല്ലാവരും സ്ട്രോങ് ആയിട്ട് നിൽക്കുകയാണെങ്കിൽ ഇതൊന്നും നടക്കില്ല. ഒരാളുടെ മുറിയും പോയി മുട്ടാനോ ചവിട്ടിപ്പൊളിക്കാനോ നിൽക്കൂല എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് കേട്ടോ. എന്തായാലും ഒരു അനീതി നടക്കുന്നു, തെറ്റാണെന്നൊരു വിശ്വാസമുണ്ട് അല്ലേ? തീർച്ചയായിട്ടും നമ്മളൊരു ആളുടെ ഒരു ആഗ്രഹം, അല്ലെങ്കിൽ അവരുടെ വളരാനുള്ള ഒരു ത്വര, അല്ലെങ്കിൽ അവരുടെ സാമ്പത്തികമായിട്ടുള്ള ആവശ്യം, ഇതിനെല്ലാം ചൂഷണം ചെയ്ത് കൃത്യസമയത്ത് ഇത് ഞാൻ നിനക്ക് തരാം പക്ഷെ ഇങ്ങനെയാണെന്ന് പറയുന്നത് ഒരിക്കലും ശരിയല്ല. അവര് ഒരു കലാപരമായിട്ട് നമ്മളുടെ ഇതിന് ഞാനിപ്പോൾ ആകെ നോക്കേണ്ടത്, എനിക്കൊരു പാട്ട് പാടാനൊരു പുതിയ പെങ്കുച്ച് വന്നാൽ എൻ്റെ പാട്ട് പാടാൻ അവൾ ആപ്റ്റാണോ എന്നുള്ളത് മാത്രമേ ഞാൻ നോക്കാനുള്ളത്. ഈ വോയിസ് തന്നെയാണോ എൻ്റെ സംവിധാനം ഞാൻ കൊടുക്കാനുള്ളത്. ഇത്തരം കാര്യങ്ങൾ മാത്രമേ എനിക്ക് നോക്കുക. ഞാൻ എൻ്റെ ട്യൂണും എൻ്റെ താളവും എൻ്റെ ഫീലും അവൾ തരുന്നുണ്ടോ, അത്രയും മാത്രമേ ഞാൻ നോക്കാൻ പാടുള്ളൂ. പിന്നെ എനിക്ക് നോക്കാവുന്ന ഒരേ ഒരു കേസ് സമ്പത്താണ്. ഇപ്പോൾ വലിയൊരു സെറ്റപ്പിൽ പോയി കഴിഞ്ഞാൽ അവൾക്ക് പാട്ട് പാടിയാൽ 50,000 രൂപ കൊടുക്കും. എൻ്റെ സെറ്റപ്പിൽ ഞാൻ പറയും, മോളെ എനിക്ക് 5,000 രൂപ വരാനുള്ള വകുപ്പുള്ളൂ, നിനക്ക് പറ്റുമെങ്കിൽ ഇരുന്നാൽ മതി. അതെനിക്ക് പറയാം എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളൊരു സംഭവം. മറ്റത് ശരിയല്ല. നിനക്ക് 50,000 തരാം, പാട്ടും തരാം, നീ അങ്ങനെ ഒരിക്കലും ശരിയല്ല. അത് അവൾക്ക് ചിലപ്പോൾ 50,000 അത്ര ആവശ്യത്തിന് നിൽക്കുകയായിരിക്കാം. അപ്പോൾ അതങ്ങനെ ഒരിക്കലും അത് ശരിയല്ല എന്നൊരു അഭിപ്രായമാണ് എനിക്കുള്ളത്. നമുക്കിപ്പോൾ ഓണം വരികയാണ്. അപ്പോൾ ഒരു പ്രേക്ഷകർക്ക് ഒരു ഓണാശംസയും ഓണമായിട്ട് ബന്ധപ്പെട്ടൊരു പാട്ടും പാടി നമുക്ക് സംസാരം തീർച്ചയായിട്ടും. ഓണത്തിൻ്റെ പാട്ടെന്ന് പറയുമ്പോൾ എനിക്ക് ഏറ്റവും എൻ്റെ മനസ്സിൽ തങ്ങിയിരിക്കുന്നത് വെച്ചാൽ, കഴിഞ്ഞ വർഷം ഞാൻ ഒരു ഓണപ്പാട്ട് ചെയ്തിട്ടുണ്ട്. നമ്മുടെ കൈതപ്പുറം തിരുമേനിയാണ് എഴുതിയിരിക്കുന്നത്. അത് MCODസിന് വേണ്ടി ചെയ്താണ്. പൂവിളി പൂവിളി പൂക്കളം പൂക്കളം തിരുവോണക്കളി തിരുവോണക്കിളി പൂവഴുതേണ് മാവേലി വന്നല്ലോ പണ്ടത്തെ കാലമോർക്കാൻ മാവേലി മന്നന്റെ വരവാണ് മാവേലി എത്തുമ്പോൾ വരവേൽക്കാൻ നമുക്കൊത്തുചേരേണം വള്ളംകളിയുടെ ആർപ്പോഹിയോ കേട്ടു തുടങ്ങിയില്ലേ വള്ളം കളിയുടെ ആർപ്പോഹിയോ കേട്ടു തുടങ്ങിയില്ലേ. നമ്മൾ ഗായത്രി അശോകനാണ് പാടിയിരിക്കുന്നത്. അപ്പോൾ എന്നെ കേട്ട എല്ലാവർക്കും നന്ദി പറഞ്ഞുകൊണ്ട് വൈറ്റ് സ്വാൻ TV ന്യൂസിൻ്റെ എല്ലാ പ്രേക്ഷകർക്കും എൻ്റെ ഓണാശംസകൾ. താങ്ക് യു. കൂടുതൽ അവസരങ്ങളും കൂടുതൽ സാധ്യതയുണ്ടാകുന്ന വരുംകാലത്തിന് മാതൃകയായ ഒരു സംഗീത സംവിധായകനാകാൻ എല്ലാ അനുഗ്രഹവും ഉണ്ടാകട്ടെ, ഈശ്വരൻ്റെ ഒരു കരുണയുണ്ടാകട്ടെ എന്ന് മാത്രം ആശംസിച്ചുകൊണ്ട് താങ്ക് യു.